മലയാള സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക മേഖല അതിനെക്കുറിച്ച് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യമാണ്. ഈ അവാർഡ് പ്രഖ്യാപനം ആണെങ്കിലും അതിൽ സെലക്ഷൻ ആണെങ്കിലും സെലക്ഷൻ മാത്രമല്ല നമ്മുടെ മൊത്തം ഈ മലയാള സിനിമയുടെ ഒരു പോക്ക്, അതിൻ്റെ ഒരു ഡിവേഴ്സിറ്റി, അതിൽ വരുന്ന പലതരത്തിലുള്ള എലമെൻറ്റുകൾ, എല്ലാ നിലക്കുള്ള ജോണറുകൾ പരീക്ഷിക്കുന്ന കഥാരീതികൾ, ക്രാഫ്റ്റുകൾ എല്ലാം പരീക്ഷിക്കുന്ന ആ ഒരു നിലക്ക് മലയാള സിനിമ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാലത്താണ് നോക്കണം, ബയോപിക്കുകളും മറ്റേ ചരിത്ര സിനിമകളും കൊണ്ട് മാത്രം ഇന്ത്യൻ സിനിമ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ആണ് ഈ മലയാള സിനിമ ഈ പറയുന്ന അതിൻ്റെ ഒരു ഭയങ്കരമായൊരു ഡിവേഴ്സിറ്റി കാത്തു സൂക്ഷിക്കുന്നത്. അത് വളരെ ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവാർഡിന് അർഹരായിട്ടുള്ള ആളുകൾ അതിൽ നോക്കൂ, മമ്മൂട്ടിയെക്കുറിച്ച് പോലും ഇപ്പം നൗഫൽ പറഞ്ഞ തരത്തിലുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ എന്താണ് മമ്മൂട്ടി ആ മറ്റേ പരിപാടിക്ക്, ഏത് പരിപാടിക്കാണ്, അതിദാരിദ്ര്യം പരിപാടിക്ക് പോയതിൻ്റെ പാരിതോഷികമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഭ്രമയുഗത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നിഷാദ് ഇവിടെ പറഞ്ഞു. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അതിനെ ഏറ്റെടുക്കുമ്പോൾ മമ്മൂട്ടി സവിശേഷമായ ഒരു ഉത്സാഹം അദ്ദേഹത്തിന് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. എവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പാലേരി മാണിക്യം എഗൻ സംസ്ഥാന അവാർഡ് കിട്ടിയ ഇതാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു ഒരു 3 അവാർഡ്സ് എങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾക്കാണ്. പുഴുവിൽ അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സാധാരണ ഈ സൂപ്പർ സ്റ്റാറായ ആളുകൾ അത്ര എന്താണ് ആ കാര്യത്തിൽ വളരെ സെലക്റ്റീവ് ആവും. ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, അഭിനയം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ ശരീരത്തിൻ്റെ കലയാണ്. സ്വന്തം ശരീരം സംവിധായകന് വിട്ടുകൊടുക്കുകയാണ്, എന്താ വെച്ചാൽ കാട്ടിക്കുന്നുള്ളതാണ്. അതിന് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടാവില്ല, ആ ഒരു കാഴ്ചപ്പാട്, അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ശരീരത്തെ അങ്ങ് വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും സാധ്യമാകുന്ന ഒരു ശരീരം എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. അതാണ് ഈ പറയുന്ന ഭ്രമയുഗത്തിലെ ആ മാറ്റം മനുഷ്യൻ്റെ. അങ്ങനത്തെ ഒരാൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ എന്താണ് അതിനകത്ത് വേറെന്തെങ്കിലും കാണുന്നതിൽ എന്തായാലും കാര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ നിലക്കുള്ള കുനിഷ്ഠ വർത്തമാനങ്ങൾക്ക് വലിയ കഥയില്ല. ഇതിൽ അവാർഡിന് അർഹരായിട്ടുള്ള എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്ത ആളുകളാണ്. അതിനർത്ഥം അവാർഡ് കിട്ടാത്ത ആളുകൾ അങ്ങനെയാണെന്നുള്ളതല്ല. ഇപ്പോൾ ഇനി അവാർഡ് കിട്ടിയ ആളുകൾ നമുക്ക്, ഒരാൾക്ക് അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ട്രസ് ആയാലും ബെസ്റ്റ് ആക്ടറായി, അവരാണ് എല്ലാ കാലത്തും ബെസ്റ്റ് ആക്ടർ ആക്ട്രസ്, അങ്ങനെയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെയാണ് റസൂൽ പൂക്കിട്ടൊരു പ്രസ്താവന തന്നെ, എനിക്ക് ഓസ്കാർ കിട്ടിയതിന് ശേഷം എന്നെ എനിക്ക് അധികം ഇത് വരുന്നില്ല, കോൾസ് വരുന്നില്ല, റിജക്ഷനാണ് ഉണ്ടാകുന്നത് പറഞ്ഞിട്ട്. ഏത് ഓസ്കാർ കിട്ടിയതിന് ശേഷം 2022 മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാണ് നമ്മുടെ വിൻസി. അതിനുശേഷം വിൻസിയെ കാണുന്നുണ്ടോ? 2016 നമ്മുടെ സുരഭിക്ക് ദേശീയ അവാർഡ് കിട്ടുന്നത്. അത് ദേശീയ അവാർഡ് കിട്ടിയതുകൊണ്ട് പിന്നെ എന്തോ ഭയങ്കരമായ സുരഭി ഇൻഡസ്ട്രിയിൽ അങ്ങനെ കയറുന്നൊന്നുമില്ലല്ലോ, നമ്മളങ്ങനെ കാണുന്നില്ലല്ലോ. ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സിനിമയിലെ പെർഫോമൻസാണ്. അതുകൊണ്ട് അവരാണ് എല്ലാ കാലത്തെയും, അല്ലെങ്കിൽ അയാളാണ് എല്ലാ കാലത്തെയും സർവകലാവല്ലഭൻ എന്നൊന്നും അർത്ഥമില്ല. ചിലപ്പം അവാർഡ് കിട്ടിയതിന് ശേഷമായിരിക്കും ആളുകൾക്ക് ഇൻഡസ്ട്രിയിൽ ഇറക്കം ഉണ്ടാകുന്നത്, ചിലപ്പോൾ അതിന് ശേഷം കയറ്റം ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ സംഭവിക്കാം. ആ ഒരു പെർട്ടിക്കുലർ വർഷത്തെ പെർട്ടിക്കുലർ സിനിമയിലെ പെർഫോമൻസ് അതാണ് അവിടെ ജഡ്ജ് ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും നിലക്കൊരു പ്രൊഫഷണൽ അല്ലാത്ത ഒരു ജഡ്ജ്മെൻറ്റാണ് ഇതിനകത്ത് വന്നത് എന്ന് നമുക്ക് തോന്നുന്നു. സാമാന്യമായിട്ട് സിനിമയെ കാണുന്ന ആളുകൾക്ക്, ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അത് തോന്നുന്നു എനിക്ക് അഭിപ്രായമില്ല. പിന്നെ മറ്റ് മതത്തെ മുൻനിർത്തിയുള്ള മറ്റ് സംഗതികൾ അതിലൊന്നും വലിയ കാര്യമില്ല, അതൊന്നും വലിയ ലൈഫ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വേടനുമായി ബന്ധപ്പെട്ട സംഗതി ഇപ്പം നിഷാദ് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ ഫെമിനിസ്റ്റ് ഭാഗത്ത് നിന്ന് അവരൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒരു ലൈംഗികാതിക്രമ കേസിൽ പരാതി അതിൽപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സർക്കാർ പുരസ്കാരം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ അവർ ഉന്നയിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ വാലിഡുമാണ്. പക്ഷേ അതിനെല്ലാം അവാർഡ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതക്കാണ്, പാട്ടിനാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതേസമയം നമ്മൾ കാണുന്നത് ഇതിൽ പിന്നെ ചിദംബരം ബെസ്റ്റ് ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഗംഭീര അദ്ദേഹത്തിൻ്റെ തിരക്കഥയും സംവിധാനമൊക്കെ നിശ്ചയമായും അവാർഡിന് അർഹമായിട്ടുള്ള തന്നെയാണ്. ഇപ്പം അത് ജാനേമൻ മുതൽ ആ ഒരു ജീനിയസ്
പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ചിദംബരം. പക്ഷേ ചിദംബരത്തിനെതിരെ മീറ്റു അലിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വേടനെതിരെ ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്ന ആളുകൾ ചിദംബരത്തിനെതിരെ ഉന്നയിക്കണം. ആ പോയിൻ്റ് വാലിഡ് തന്നെയാണ്, അങ്ങനെ ഉന്നയിക്കാൻ പാടില്ല എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അത് വേടനെതിരെ മാത്രമാകുമ്പോൾ, ചിദംബരത്തിനെതിരെ വരാതിരിക്കുമ്പോൾ അതിൽ ചില പ്രശ്നമുണ്ട്. ആ ചോദ്യം ഉന്നയിക്കുന്നവർക്ക് നിശ്ചയം ഉന്നയിക്കാം. പക്ഷേ അതേസമയം വേടൻ ഈ പറഞ്ഞവർ നമ്മുടെ ഈ ഒരു അബറേഷൻ, നമ്മുടെ ഗാനരംഗത്ത്, ജനകീയ ഗാനരംഗത്ത് അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു 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 വ്യതിചലനത്തിന്, ഒരു മാറ്റിച്ചവിട്ടലിന് തുടക്കം കുറിച്ച ഒരാളാണ്. അങ്ങനെ ഒരാളെ അങ്ങനത്തെ ഒരാളുടെ സംഭാവനകളെ അംഗീകരിക്കുക, അതിനെ സല്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.